ശബരിമല തിരുവാഭരണവും വഹിച്ചുള്ള വാഹക സംഘത്തിന്റെ യാത്രയാണ്. പരമ്പരാഗത കാനന വഴികളിലൂടെയാണ് യാത്ര. ഗുരുസ്വാമിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ശിവൻകുട്ടിസ്വാമി. എത്ര വർഷമായിട്ട് ഇങ്ങനെ? 39 വർഷം കഴിഞ്ഞു. 39 വർഷമായി. 39 വർഷമായിട്ട് ഈ പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പ് വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്തുള്ള യാത്രയാണ്. ആ യാത്ര ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ഈ ഒരു യാത്ര? ഏതൊക്കെ വഴികളിലൂടെ? ഈ ഭഗവാൻ നിഗ്രഹം കൊണ്ട് നേരത്തെയൊക്കെ വളരെ ദുർഘടമായിരുന്നു യാത്ര. ഇപ്പൊ കുറച്ചുകൂടെ ഭേദമായിട്ട് ടാറിട്ട് റോഡൊക്കെ ആയതുകൊണ്ട് എങ്കിലും ചൂട് കാരണം കാല് നല്ലപോലെ പൊള്ളുന്നുണ്ട്. പക്ഷെ എങ്കിലും സ്വാമിശരണം പിടിച്ച് പോകുന്നതുകൊണ്ട് ഭഗവാൻ നിഗ്രഹം കൊണ്ട് ആ ചൂട് നമ്മൾ അറിയുന്നില്ല. വളരെ ഭംഗിയായിട്ട് ഈ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നു. ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും, നമ്മളല്ല കൊണ്ടുപോകുന്നത്. ഈ മുന്നിൽ പല്ലക്കിൽ രാജാവായ കമ്പടിയുണ്ട്. രാജാവിന്റെ അകമ്പടിയായിട്ട് ഞങ്ങൾ തന്നെ ഭഗവാന്റെ പുള്ളിതമ്പുരാണ് ചാർത്താനുള്ള തിരുവാഭരണം ഞങ്ങൾ കൊണ്ടുപോകുന്നു. അതിലെല്ലാത്തിൻ്റെയും അധികാരം രാജാവാണ്. രാജാവിന്റെ അകമ്പടിയോടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. രാജാവ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോകുന്നു. ഇത് 3 പെട്ടിയാണല്ലോ ഉള്ളത്. ഈ 3 പെട്ടിയിൽ ആദ്യത്തെ പെട്ടി തിരുവാഭരണം, അത് ഭഗവാൻ ചാർത്താനുള്ള കിരീടം, തിരുമുഖം, പ്രഭയെല്ലാമാണ്. രണ്ടാമത്തെ പെട്ടി പൂജാപാത്രമാണ്. മൂന്നാമത്തെ മാളിയപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന രാജകുമാരന്റെ മൂശയോട് കൂടിയ ഒരു തിടമ്പാണ്. ആ രാജകുമാരനെ അവിടെ മണികണ്ഠസ്വാമി എഴുന്നള്ളിക്കുന്നത്. മാളിയപ്പുറത്തെ അമ്മയല്ല. അപ്പം മണികണ്ഠസ്വാമി അവിടെ എഴുന്നള്ളിക്കുന്നത്. മൂന്നാമത്തെ പെട്ടിയിൽ കൊടിപ്പെട്ടിയുണ്ട്. ഭഗവാന്റെ തിടമ്പുണ്ട്. ആകുമ്പോൾ മിശയുള്ള ഭഗവാന്റെ ആ മണികണ്ഠസ്വാമിയുടെ ഒരു മുഖമുണ്ട്. അതാണ് നമ്മൾ അവിടെ എഴുന്നള്ളിക്കുന്നത്. തലപ്പാറമല, ഉടുമ്പാറമല കൊടിയുണ്ട്. അതും അവിടെ എഴുന്നള്ളിക്കും. ഇത് ശരിക്കും യാത്രയല്ല, ഓട്ടമാണ്. ഞാൻ ഓടുന്ന സമയത്ത് അതെ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് നിൽക്കാൻ പറ്റത്തില്ല. അത് സ്റ്റെപ്പായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാൻ നമ്മളെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ നമ്മളല്ല കൊണ്ടുപോകുന്നത്. അത് ഉല്ലാസ യാത്രയും എല്ലാം ഭക്തിപൂർവ്വം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. അവിടെ കൊല്ലംമൊഴി ഇറങ്ങുമ്പോൾ തന്നെ അത് 4 ഭാഗത്ത് നമുക്ക് അത് അറിവുണ്ട്. കൊല്ലംമൊഴിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഏട്ടപ്പടി എന്ന് പറഞ്ഞുണ്ട്, ഇവിടെ തുടങ്ങാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ചെറിയാനവട്ടം, അങ്ങനെ 4 ഭാഗം അവിടെ നമുക്ക് പാലം പോലെ നമുക്ക് ഉണ്ടാക്കി തരും. അതേ കൂടെ കയറിയാണ് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോ എവിടെയാണ് വിശ്രമം? ഇന്നിപ്പോ അയ്യൂര്. നാളെ ലാഹ രാവിലെ പുറപ്പെടും. വെളുപ്പനെ 3 മണിക്ക് പുറപ്പെടും. സ്വാമിശരണം പിന്നീട് നമുക്ക്. ഏതായാലും ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള സംഘത്തിന്റെ യാത്ര തുടരുകയാണ്.